കാൽ നൂറ്റാണ്ടിലധികം തേറമ്പിൽ രാമകൃഷ്ണനെ തിരഞ്ഞെടുത്ത മണ്ഡലമാണ് തൃശൂർ. ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെ ആരോഗ്യമന്ത്രിയായിരുന്ന AR മേനോനെയും പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയെയും തെരഞ്ഞെടുത്ത് തൃശൂർ നിയമസഭാ മണ്ഡലം ചരിത്രത്തിലും ഇടം പിടിച്ചിരിക്കുന്നു. ഇക്കുറി ഒരിക്കൽ കൂടി തേറമ്പിലിന് നറുക്ക് വീഴുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. NSSന്റെ രാഷ്ട്രീയ പാർട്ടിയായിരുന്ന NDPയിലൂടെയാണ് തേറമ്പിൽ രാമകൃഷ്ണൻ തൃശൂരിൽ സാന്നിധ്യമറിയിക്കുന്നത്. പിന്നീട് കോൺഗ്രസിലേക്ക് മടങ്ങിയ തേറമ്പിൽ 91 മുതൽ തൃശൂരിനെ തുടർച്ചയായി നിയമസഭയിൽ പ്രതിനിധീകരിക്കുന്നു. 29 വർഷം ജനപ്രതിനിധിയായ തേറമ്പിൽ വീണ്ടും തൃശൂരിൽ അംഗത്തിനിറങ്ങുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. താൻ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയാകും തൃശൂരിൽ ഇനിയുണ്ടാവുകയെന്ന് തേറമ്പിൽ റിപ്പോർട്ടറോട് പറഞ്ഞു. ഞാൻ ഇത്രയും കൊല്ലം നിന്നതുകൊണ്ട് വിതച്ചതൊക്കെ ഒരു പരിധിവരെ കൊയ്യാൻ എനിക്ക് പറ്റി. ആര് വന്നാലും വികസനം പുറകോട്ട് വലിക്കാൻ പറ്റാത്ത വിധം തൃശ്ശൂർ നഗരത്തിൻ്റെ മുന്നോട്ടുള്ള വളർച്ച അതിൻ്റെ പന്തുരുട്ടിക്കഴിഞ്ഞു. പത്മജ വേണുഗോപാലും മുൻ MLA TV ചന്ദ്രമോഹനും ഇവിടെ പരിഗണിക്കപ്പെടുന്നവരുടെ പട്ടികയിൽ ഒന്നാമതാണ്. അതേസമയം കോർപ്പറേഷനിൽ നേടിയ മിന്നും വിജയത്തിന്റെ ആത്മവിശ്വാസത്തിലാണ് തൃശ്ശൂരിൽ ഇടതുമുന്നണി. തൃശ്ശൂർ ജയിച്ച മണ്ഡലം കൂടിയാണ്. 2 വട്ടം തൃശ്ശൂർ LDF 14 മണ്ഡലങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് എല്ലാ മണ്ഡലങ്ങളിലും ഒന്നല്ലെങ്കിൽ വേറൊരു ഘട്ടത്തിൽ ഞങ്ങൾ വിജയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും ബാലികേറ മലയൊന്നുമല്ല തൃശ്ശൂർ കോർപ്പറേഷനും തൃശ്ശൂർ അസംബ്ലി മണ്ഡലവും എന്ന് വോട്ടിംഗ് കണക്കുകൾ നോക്കിയാൽ കാണാൻ കഴിയും. തൃശ്ശൂർ സീറ്റിന് വേണ്ടി CMP ശക്തമായ ഇടപെടലാണ് നടത്തുന്നത്. CPI വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായാൽ MK കണ്ണനാകും തൃശ്ശൂരിലെ ഇടതു സ്ഥാനാർത്ഥി. BJP സ്ഥാനാർത്ഥിയായി നിലവിലെ കോർപ്പറേഷൻ കൗൺസിലർ MS സമ്പൂർണ്ണയെ മത്സരിപ്പിക്കാനാണ് നീക്കം. കാത്തോലിക്ക സഭയും ഹിന്ദു വോട്ടുകളും തൃശൂരിന്റെ വിധിയിൽ നിർണായകമാണ്. തുടർച്ചയായ വിജയങ്ങളുടെ ആത്മവിശ്വാസം UDF പ്രകടിപ്പിക്കുമ്പോൾ ഇക്കുറി പൂരത്തിന്റെ നാട്ടിൽ ചരിത്രം മാറ്റിയെഴുതുമെന്നാണ് LDFന്റെ പക്ഷം. ക്യാമറമാൻ ഷഹീർ ഗുരുവായൂരിനൊപ്പം സുർജിത്ത് അയ്യപ്പത്ത്, റിപ്പോർട്ടർ, തൃശൂർ.